ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുകന്യയ്ക്ക് വന്ന മാറ്റം ധർമ്മനെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. സുകന്യയോട് വന്ന് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. സുകന്യെ, ഇത്രയും നാൾ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷമുള്ളൊരു കാര്യം നിന്നിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. എന്തായാലും ഇത് അർഹതപ്പെട്ടത് തന്നെയാണ് കേട്ടോ. പാവം അളിയനും ചേച്ചിയും ഇത്ര ദിവസമായിട്ട് മാമക്ക് വേണ്ടി മാറിക്കിടക്കുന്നു. പക്ഷേ അവർ നല്ല ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി നീ ഈ മുറി മാറിക്കൊടുത്തത് നിന്റെ നല്ല മനസ്സ്. എന്തായാലും സന്തോഷമായി സുകന്യ എന്ന് പറയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ഒരു മാറ്റത്തിന് അത്രയ്ക്ക് അങ്ങ് അംഗീകരിക്കാൻ പറ്റാതെയാണ് നമ്മുടെ മിത്രയും മീനാക്ഷിയൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ രാത്രി ഇവർക്ക് ടെറസിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ബിയറൊക്കെ വാങ്ങി പൊറോട്ടയും ബീഫും ഒക്കെ വാങ്ങിച്ചിട്ടൊരു കൂടലുണ്ടല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ മേളിലിരിക്കുകയാണ് കേട്ടോ. അവരങ്ങനെ ആര്യനും ആനന്ദും ആകാശമൊക്കെ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ദേവിയും മീനാക്ഷിയൊക്കെ അടുത്തുണ്ട്, മിത്രയും ഉണ്ട്. അവർ പറയുകയാണ്, അതെ, ഈ സുകന്യ ചേച്ചിക്ക് വന്ന മാറ്റം അത്രയ്ക്കങ്ങ് വിശ്വസിക്കാൻ പറ്റണില്ല, എന്തോ കാര്യമുണ്ടെന്ന്. പക്ഷേ മിത്ര നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് എന്തെങ്കിലും നിധിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ മുറിക്കകത്ത്, അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മാറിയത് എന്ന് വിചാരിക്കണം. അപ്പോൾ കാര്യം കാണാൻ വേണ്ടി സുകന്യ ചെയ്യുന്നതാണെന്ന് നമ്മൾ മിത്രയ്ക്ക് മനസ്സിലായി. മിത്ര അതിവിടെ അവതരിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ആകാശ് പറയാം, എനിക്കെന്തായാലും അവർ മാറിയതിൽ വലിയ സങ്കടമുണ്ട്. അച്ഛൻ്റെ കൂടെ എതിർത്ത് നിൽക്കാൻ എനിക്ക് വേണ്ടി ഒരാളെങ്കിലും ഉണ്ടായല്ലോ, ഞാൻ ആഗ്രഹിച്ചിരുന്നു, സന്തോഷിച്ചിരുന്നു. പക്ഷേ അതും ഇപ്പോൾ പോയല്ലോ. അപ്പം മീനാക്ഷി ചോദിക്കുന്നുണ്ട്, അച്ഛനോട് എന്തിനാണ് ഇപ്പോൾ എതിർക്കാൻ നിൽക്കുന്നത്? അതുകൊണ്ടല്ലേ അങ്ങനെയുള്ള തോന്നലൊക്കെ വരുന്നത്? എൻ്റെ വിധി എന്ന് ആകാശം. അപ്പം മിത്ര പറയുന്നുണ്ട്, സുകന്യ ചേച്ചി ഇപ്പം ഈ കാണിക്കുന്ന സ്നേഹത്തിന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന്. എന്തോ കാര്യം സാധിച്ചെടുക്കാൻ അങ്ങനെയൊന്നുമില്ല. ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് അങ്ങ് മാറാൻ പറ്റുമോ? ഇവിടെ എന്തൊക്കെയാണ് ചേച്ചി ഇത്രയും ദിവസം കൊണ്ട് കാട്ടിക്കൂട്ടിയത്? അതൊക്കെ ശരി തന്നെ മിത്രേ. പിന്നെ ചിലപ്പോൾ ചിലർക്ക് അങ്ങ് മാനസാന്തരം വരൂലേ പെട്ടെന്ന്, അതുപോലെയൊക്കെ ആയതായിരിക്കാം എന്നിങ്ങനെ ആര്യനും എല്ലാവരും കൂടെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. പാവം, എന്തായാലും ധർമ്മൻ മാമൻ കഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും അവർ നമുക്കൊപ്പം ആയല്ലോ, സ്നേഹത്തോടെ പോട്ടെ. അപ്പോൾ തന്നെ ആനന്ദ് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ പറയും പോലെ അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് മാറാൻ പറ്റുമെന്ന് പറയുന്നതിൽ വിശ്വസിക്കാതിരിക്കാനൊന്നും പറ്റില്ല. അങ്ങനെയുണ്ട്. ആനോ ആനന്ദേട്ടാ? പിന്നല്ലാതെ ലോകം മുഴുവനും കള്ളത്തിന് കള്ളവും പറഞ്ഞു നടക്കുന്ന ഓരോരുത്തരും പെട്ടെന്ന് തന്നെ അതൊക്കെ മാറ്റി സത്യസന്ധനായി നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നില്ലേ? അപ്പോൾ ദേവി ഒന്ന് ചെറിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ, നാണക്കേട് കൊണ്ട്. കാരണം ദേവിയെ വെച്ചാണത് പറഞ്ഞതെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ അതാരാണ് അങ്ങനെ ആനന്ദേട്ടൻ്റെ മനസ്സിൽ അറിയാമെന്നുള്ള ആരാന്ന് ഇത്രയും മീനാക്ഷിയും കൊണ്ട് എടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് ഉത്തരം പറയുന്നതിന് മുമ്പേ തന്നെ ധർമ്മൻ അങ്ങോട്ട് കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ കള്ളന്മാരെ, എന്നെ വിളിക്കാണ്ട് നിങ്ങളെല്ലാവരുടെ കഴിക്കല്ലേ? ഞാനെന്താ നിങ്ങൾക്കുള്ള കൂട്ടത്തിൽ വരേണ്ടതല്ലേ? എന്നെ ഒഴിവാക്കിയല്ലടാ നൈസായിട്ട്. അതല്ല മാമ, എന്തായാലും ബിയറേ ഇച്ചിരി തണുക്കട്ടെ എന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ്. തണുത്ത് കഴിഞ്ഞിട്ട് മാമനെ വിളിച്ചാൽ പോരെ, അതുകൊണ്ടാണ്. ആകാശ് പറയാം, ഇടാ ബിയറും വാങ്ങിയോ? ഉണ്ട്, ഇങ്ങോട്ട് എടുക്കടാ, കഴിക്കട്ടെ എന്നും പറഞ്ഞാൽ അത് എടുക്കും. അയ്യോ മാമ വേണ്ട, സുകന്യ ചേച്ചിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല. സുകന്യ ചേച്ചി അന്ന് ആകാശ് കഴിച്ചിട്ട് വന്നപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കിയെന്ന് അറിയുമല്ലോ. അവളെ പോവാൻ പറ, അതൊക്കെ അന്നല്ലേ. ഇതിപ്പോൾ അങ്ങനെ ഒരു കുടിക്കല്ലല്ലോ, നമ്മളെല്ലാവരും കൂടെ കൂടുന്നല്ലേ, ഇത് പതിവുള്ളതല്ലേ മീനാക്ഷി? ദേ മാമ, ഞാൻ പറയുന്ന കേൾക്ക്, സുകന്യ ചേച്ചിക്ക് ഒന്നും ഇഷ്ടമാവണമെന്നുണ്ടാവില്ല, അതുകൊണ്ട് മാമനിത് കഴിക്കണ്ട. പിന്നെ എൻ്റെ പിള്ളേർ കഴിക്കുമ്പോൾ ഞാൻ കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ എന്നും ധർമ്മം. ഇതൊക്കെ കണ്ടുകൊണ്ട് സുകന്യ അങ്ങോട്ട് വരുവാണ്. സുകന്യയ്ക്ക് ആകെ ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ധർമ്മേട്ടാ ഇവിടെ? ധർമ്മേട്ട എന്താ മദ്യപിക്കാൻ പോവാണോ? ഇവിടെ മദ്യപാനമൊന്നുമില്ല, ഇതൊരു കുപ്പി ബിയറാണ്. ഇത് നമ്മൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ കൂടുന്നതാണ്. ഒരുപാട് സന്തോഷം വരുമ്പോൾ ആയിക്കോട്ടെ, കൂടുന്നെങ്കിലേ നിങ്ങളെല്ലാവരും കൂടെ അങ്ങ് കൂടിയാൽ മതി. എൻ്റെ ധർമ്മേട്ടനെ ഇങ്ങോട്ട് അതിന് വേണ്ടി വിളിക്കണ്ട. പിന്നെ ബിയറാണെന്നും പറഞ്ഞ് അതിൽ ആൽക്കഹോളിക് കണ്ടൻറ്റ് ഇല്ലാതെയൊന്നുമില്ല, അങ്ങോട്ട് നോക്കിക്കേ, അതിലെല്ലാം ഉണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് സന്തോഷിക്കണമെങ്കിലും നിങ്ങൾക്ക് കൂടണമെങ്കിലും ദയവേത് എൻ്റെ ധർമ്മേട്ടനെ ഇങ്ങോട്ട് വിളിക്കരുത്. ധർമ്മേട്ടാ ഇങ്ങോട്ട് വന്നേ. എടി ഞാൻ വരാം, ധർമ്മേട്ടനോടാ വരാൻ പറഞ്ഞത്. ഇവിടെ മദ്യപിക്കാനും കഴിക്കാനും എനിക്കിതൊന്നും ഇഷ്ടമല്ല, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ധർമ്മേട്ടൻ എൻ്റെ കൂടെ താഴെ വന്നേ. അയ്യോ, ധർമ്മൻ ആകെ പെട്ടു കേട്ടോ. എല്ലാവരെയും എത്തിക്കൊണ്ട് ധർമ്മൻ ഭയങ്കര സങ്കടത്തോടു കൂടി പോവാണ്. അപ്പം ധർമ്മൻ സുകന്യ അങ്ങോട്ട് തിരിയേണ്ടതും ആ കുപ്പി ബിയർ ഇങ്ങോട്ട് എടുത്തിട്ട് അതിന് 2-3 വായ അങ്ങോട്ട് വായിലേക്ക് പെട്ടെന്ന് ഒഴിച്ചിട്ട് പോവുക. അപ്പോൾ തന്നെ ദേവി, അയ്യോ മാമ, ചേച്ചിക്കത് മനസ്സിലാവും, അവളെ പോവാൻ പറ എന്നും പറഞ്ഞ് അത്രയും കഴിച്ചിട്ട് താഴേക്ക് ഇറങ്ങി പോവാണ്. അപ്പം ഇവർക്ക് അങ്ങ് സങ്കടമാവട്ടോ. എന്നിട്ട് ഇവർ പറയുന്നുണ്ട്, പാവം ധർമ്മൻ മാമൻ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, മാമൻ ഇന്നത്തെ ദിവസം കാലരാത്രിയാണെന്നാണ് തോന്നുന്നത് എന്നവർ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ സുകന്യയ്ക്ക് വന്ന മാറ്റത്തെക്കുറിച്ച് ബാലനും ഗോമതിയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ നേരം ബാലൻ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് സുകന്യ ഇപ്പോൾ ഇങ്ങനെയൊക്കെ മാറി വന്നിട്ട് നമുക്ക് സന്തോഷമുണ്ടെങ്കിലും നേരത്തെ ഇങ്ങനെ നമ്മളോട് വളരെ മോശമായിട്ട് സംസാരിച്ചിരുന്നു. ധർമ്മൻ്റെ ശമ്പളം എത്രയും ചോദിച്ചു, ധർമ്മനെ ആക്ഷേപിച്ച് സംസാരിച്ചു, എന്തെല്ലാം പറഞ്ഞു വന്ന് എന്നെയും നിന്നെയും
സുകന്യയും ഒക്കെ അതൊക്കെ എനിക്ക് തോന്നി ആ കൃഷ്ണമംഗലത്തുകാർ ഇളക്കി വിട്ടതാണെന്നാണ്. ആ എൻ്റെ ഏട്ടന്മാർ ഇളക്കി വിട്ടെങ്കിൽ ചിലപ്പോൾ അത് പറയും, അത് ശരിയാ. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, വേറൊന്നും കൊണ്ടല്ല. സുകന്യ അവിടെ നിന്ന് ഇങ്ങോട്ട് ധർമ്മം വിളിച്ചുകൊണ്ട് വന്നപ്പോഴേ ഇവിടെ നമ്മളുമായിട്ട് ഉടക്കി പിരിഞ്ഞ് തിരിച്ച് ചെല്ലണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. എങ്ങനെയെങ്കിലും ഒന്നും രണ്ടും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണം, ഉടക്കണം, വഴക്കാവണം. അതും പറഞ്ഞ് നമുക്കൊരു പേരുദോഷം ഉണ്ടാക്കി വെക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് അവരിളക്കി വിട്ടതാണെന്നാണ് തോന്നുന്നത്. അതുമാത്രമല്ല, അന്ന് ഇവർ തേക്കടി പോയില്ലേ, അതിന് ശേഷമാണല്ലോ ഒരു പ്രാവശ്യം പോയത് ഇവർ കൃഷ്ണമംഗലത്തേക്ക് ഈ സുകന്യ. അതിനുശേഷം ഇന്ന് വരെ അങ്ങോട്ട് പോകണം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ അല്ലായിരുന്നോ, പിന്നെ അങ്ങോട്ട് പോയിട്ടുമില്ല. അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ അവളെ സ്നേഹിക്കുന്നുണ്ടെന്നും നമ്മുടെ സ്നേഹവും കരുതലും ഒക്കെ അവൾക്ക് മനസ്സിലായി. ഇപ്പോഴായിരിക്കും ഇതൊക്കെ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാവും നേരത്തെ കൃഷ്ണമംഗലത്തുകാരുടെ ഇപ്പം കൂട്ടില്ലല്ലോ, നേരത്തെ കൂട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പറയണ പോലെ കേട്ടു. ഇപ്പം അങ്ങോട്ട് പോകാത്തതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കാൻ അവൾക്ക് സാധിച്ചു. ഇതാണ് ഇവിടെ നടന്ന സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത് ബാലൻ. അപ്പം അതുപോലെ തന്നെ ഗോമതി അങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഗോമതി ഇനി അങ്ങോട്ട് നീ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ സുകന്യയ്ക്ക് വേദനിക്കുന്ന പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതും ഒരു കാര്യവും പറയാതെ നോക്കിക്കൊള്ളണം. അതെന്താ ബാലേട്ട അങ്ങനെ? ഇവിടുത്തെ മറ്റുള്ള മരുമക്കളെയൊക്കെ ഞാൻ എൻ്റെ മക്കളെ പോലെയല്ലേ കാണുന്നത്. അവരോട് എന്തെങ്കിലും വേർതിരിവ് കാണിക്കുന്നുണ്ടാ? അതുപോലെ തന്നെയാവും ഇനി അങ്ങോട്ട് സുകന്യയും. നല്ല സന്തോഷത്തോടുകൂടി പോയാൽ മതി. ധർമ്മൻ ഈ വിവാഹം കഴിച്ചപ്പോൾ ധർമ്മൻ്റെ ജീവിതം ഇതോടെ തീർന്നു എന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് സന്തോഷമായി ബാലേട്ട. അവന് നല്ലൊരു ജീവിതം തന്നെയാണ് കിട്ടിയത്, നല്ലൊരു പെണ്ണിനെ തന്നെയാണ് കിട്ടിയത്. അത് ശരിയാ. അത് കഴിഞ്ഞ് കൃഷ്ണമംഗലത്ത് അച്യുതനും നമ്മുടെ രാജശ്രീയും കൂടെ ഭയങ്കര കലിപ്പിലാണ്. കാരണം ഇനിയിപ്പോൾ സുകന്യയും കൂടെ ഇവർക്ക് ശത്രുവായില്ലേ. സുകന്യയെ വീണ്ടും ഇനി സ്വത്തിൻ്റെ പകുതി എങ്ങനെ കൊടുക്കും? അവളുടെ അടിമയായിട്ടും പോയി നിൽക്കേണ്ട ഗതികേടാണ് അച്യുതനും. അപ്പം രാജശ്രീ പറയണ്ട, അച്യുതേട്ടാ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. എന്ത് വഴി? നമുക്ക് അവൾ ചോദിച്ച പകുതി സ്വത്ത് കൊടുക്കാം. എന്താണ് നീ പറയുന്നത്? നമ്മുടെ കുടുംബസ്വത്തിൻ്റെ പകുതി വലിഞ്ഞു കയറി വന്ന് അവൾക്ക് കൊടുക്കാനോ? അവൾ ആരാ ഇവിടുത്തെ? അവളെ ഞാനിവിടെ കെട്ടിച്ച ധർമ്മന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിട്ട് തന്നെയാണ്. അല്ലാണ്ട് ഇവിടുത്തെ സ്വത്തിൻ്റെ പകുതി അടിച്ചുകൊണ്ട് പോകാനല്ല. ചുളിവിന് സ്വത്തിൻ്റെ പകുതി, അതും കുടുംബ സ്വത്തിൻ്റെ പകുതിയോ? ഒരിക്കലും നടക്കാത്ത കാര്യം. നീ എന്തൊക്കെയാ പറയണേ? ദേഷ്യപ്പെടാതെ ഞാൻ പറയുന്നത് സമാധാനത്തോടെ കേൾക്ക്. പറഞ്ഞു. അതല്ലെന്നേ, അവളിപ്പം നമുക്കെങ്ങനെയെങ്കിലും ഗോമതിയുടെ കയ്യിൽ നിന്ന് അത് നമുക്ക് ഒപ്പിട്ട് വാങ്ങണമല്ലേ? അതിന് വേണ്ടിയിട്ട് അവളുടെ സഹായം വേണം. അപ്പോൾ നമുക്ക് അവളോട് പറയാം, നീ ചോദിക്കുന്ന പകുതി സ്വത്തിൻ്റെ പകുതി ഞാൻ തരാം എന്ന് പറയണം. അത് കഴിഞ്ഞ് നമ്മൾ എഴുതി കൊടുക്കുന്ന സമയമാവുമല്ലോ. ആ സമയമാകുമ്പോഴത്തേക്കും സുകന്യ എവിടെ, വാക്കെവിടെ കൊടുക്കരുത്. അപ്പോൾ നമുക്ക് വാക്ക് മാറ്റണം. അതാണ് വേണ്ടത്. അതുവരെ ഇവളെ കൂടെ നിർത്താം. അത് നല്ലൊരു ഐഡിയ ആണല്ലോ നീ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നല്ലത് കാര്യമാവട്ടെ. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് അവളെ ഇങ്ങോട്ട് വിളിക്കാം. അവളിവിടെ വരട്ടെ, സംസാരിക്കാം. എന്നിട്ട് അവളോട് പറയാം നമുക്ക് സമ്മതമാണെന്ന്. അത് കഴിഞ്ഞ് എല്ലാം ഏർപ്പാടാക്കിയതിന് ശേഷം അത് നൈസായിട്ട് അവളെ അങ്ങ് ഒഴിവാക്കാം. അതാണ് നല്ലത് എന്ന് അവരങ്ങനെ തീരുമാനിക്കണം കേട്ടോ. അങ്ങനെ ധർമ്മൻ ഇതെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് വരുവാണ്. രാത്രി റൂമിൽ വരുമ്പോൾ തന്നെ സുകന്യ നല്ല വഴക്ക് കൊടുക്കുന്നുണ്ട്. ധർമ്മേട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ ഇനി മദ്യപിക്കാനൊന്നും പോകരുത് അവരുടെ കൂടെ നിന്ന്. എടി ഇത് മദ്യപാനമല്ല, ബിയർ കഴിക്കുന്നതാണ്. വല്ലപ്പോഴും സന്തോഷം വരുമ്പോൾ നമ്മൾ പിള്ളേരും ഞാനും ഒക്കെ ആയിട്ട് കൂടും, അത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, എനിക്കത് ഇഷ്ടമല്ല. ബിയറായാലും അതിൽ ആൽക്കഹോളിക് കണ്ടൻ്റ് ഉണ്ട്. നിങ്ങൾ പലതവണ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കരളെല്ലാം പോയി കാണുമല്ലോ. ദൈവമേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പിന്നെ ഒരു ദിവസം കഴിക്കാണ്ടിരുന്നാൽ പിന്നീട് കൈ വരയ്ക്കാൻ തുടങ്ങും. എടി അങ്ങനെയുള്ള അവസ്ഥയൊന്നും ഞങ്ങൾക്കില്ല. നീ എന്തൊക്കെയാണ് പറയണേ? ധർമ്മേട്ടൻ ഇങ്ങോട്ട് കൈ നീട്ടിക്കേ. അപ്പോൾ കൈ അങ്ങോട്ട് നീട്ടാട്ടോ, വിറയ്ക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ധർമ്മൻ്റെ കൈ വിറയ്ക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ടെൻഷൻ കൊണ്ടാണ്. കണ്ടോ വിറയ്ക്കുന്നുണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അത് കിട്ടാതിരിക്കാൻ പറ്റണില്ലാന്ന്. എടി അത് ടെൻഷൻ കൊണ്ടാണ് എൻ്റെ കൈ വിറയ്ക്കണം, അല്ലാണ്ട് ഇത് കിട്ടാഞ്ഞിട്ടല്ല. എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ അവരുടെ മാമനല്ലേ? മാമൻ്റെ സ്ഥാനത്ത് വേണം നിൽക്കാൻ, അല്ലാണ്ട് അനന്തരവന്മാരുടെ തോളി കൈട്ടുകൊണ്ട് നടക്കല്ല വേണ്ട. എടി അങ്ങനെയല്ല നമ്മൾ ജീവിച്ചത്. വലിയ പ്രായ വ്യത്യാസങ്ങളൊന്നും ഞാനും അവരും തമ്മിലില്ലല്ലോ. നമ്മൾ കൂട്ടുകാരെ പോലെ വളർന്നതും എടുത്തതും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ. അല്ലാണ്ട് മാമനോ അനന്തരവനോ ഇവിടെയോ അത് നടക്കാത്ത കാര്യം തന്നെയാണ്. അവർക്കും അത് ഇഷ്ടം ഉണ്ടാവില്ല. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ മാമനായി അനന്തരവന്മാരെ ആരോ ആയിക്കോട്ടെ. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പിന്നെ ഇനി മേലിൽ അവരോടൊപ്പം കുടിക്കാൻ പോയോണ്ടല്ലേ എൻ്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് അപ്പുറത്ത് രാജശ്രീയുടെ ഫോണ് വരുവാണ്. കട്ടിൽ കിടന്ന് ഈ ഫോണ് വൈബ്രേറ്റ് ചെയ്യാണ് കേട്ടോ. അയ്യോ, ഉടനെ തന്നെ സുകന്യയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം. ആ ഫോൺ എടുത്ത് പതുക്കെ ധർമ്മൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ ഫോൺ പതിയെ കയ്യിലേക്ക് എടുത്ത് കട്ട് ചെയ്തിട്ട് സാരിയുടെ ഇടയിലേക്ക് മറച്ച് വെക്കുകയാണ്.
എന്നിട്ട് പതുക്കെ ധർമ്മനോട് പറയാം നിങ്ങൾ ഇനി പാൻ പറയാനുള്ള പറഞ്ഞു കേട്ടോ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാണ്. എന്താടി നീ പിണങ്ങി പോവാ? ഞാൻ അടുക്കളയിൽ ഇച്ചിരി ചൂടുവെള്ളം എടുക്കാൻ വേണ്ടി പോവാ കുടിക്കാനായിട്ട്, അതിനും എനിക്ക് സമ്മതമില്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. എന്നിട്ട് ആ സിറ്റ് ഔട്ടിലേക്ക് വന്നിട്ട് രാജശ്രീയെ വിളിക്കാനായിട്ട് ഒളിച്ച് നിന്നും കൊണ്ട്. ഇതാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്